ഏതാണ്ട് 1.5 വർഷത്തോളമായി പ്രതിപക്ഷത്തിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. ആ ഒരു ചോദ്യത്തിനാണ് നാളെ മറുപടിയാകുന്നത്. പ്രധാനമന്ത്രി നാളെ മണിപ്പൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മണിപ്പൂർ സംഘർഷം ആരംഭിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് ഇത്. 2 ഇടങ്ങളിലായുള്ള പരിപാടികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ചുരാചന്ദ്പൂരിലും ഇൻഫാലിലുമായി ആണ് ഈ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേക സൈനിക സംഘത്തെ ഉൾപ്പെടെ ഈ മേഖലയിലെല്ലാം തന്നെ വിന്യസിച്ച് പല ഘട്ടങ്ങളിലായി സുരക്ഷാ പരിശോധനകൾ ഈ മേഖലയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കിയ അലങ്കാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട പ്രാദേശികവാസികൾ തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഫെസ്റ്റിവലുകൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം മണിപ്പൂർ ഉക്രുൽ ജില്ലയിലെ ഫുൻഗ്യൻ മണ്ഡലത്തിൽ 43 BJP അംഗങ്ങൾ വ്യാഴാഴ്ച രാജിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഇക്കാര്യം BJP നിഷേധിച്ചിട്ടുണ്ട്. ഏതായാലും അതീവ സുരക്ഷാ ജാഗ്രതയിലാണ് മണിപ്പൂർ ഇപ്പോൾ ഉള്ളത്.